ഭഗവതേ വാസുദേവായ. ഓം നമോ 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 ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ഒന്നാം സ്കന്ധം പരമശ്രേയസ്, അധ്യായം 15 ധേനുകാസുരവധം, ശ്ലോകം 17 മുതൽ 23 വരെ. ശ്ലോകം 17. പാദസംവാഹനം ചക്രൂ കേചിത്തസ്യ മഹാത്മനാം അവരേ ഹതപാപാത്മനോ വ്യജനേ സമവിജയം. പാദസംവാഹനം ചക്രൂ കേചിത്തസ്യ മഹാത്മനാം അവരേ പാപാത്മനോ വ്യജനേ സമവിജയൻ. പാദസംവാഹനം ചക്രൂ കേചിത്തസ്യ മഹാത്മനാം അവരേ ഹതപാത്മാത്മനോ വ്യജനേ സമവിജയൻ. ഹരേ കൃഷ്ണ. പാദസംവാഹനം ചക്രോ കേചിത്തസ്യ മഹാത്മനാ അപരേ ഹതപാപ്മാനോ വ്യജനൈ സമവിജയൻ. പ്രധാന പദാർത്ഥം: പാദസംവാഹനം കാലത്തലോടൽ, ചക്രു ചെയ്തു, കേജിത് ചിലർ, സത്യ അദ്ദേഹത്തിന്റെ, മഹാത്മന മഹാത്മാക്കൾ, അപരെ മറ്റുള്ളവർ, ഹതപാപ്മാന എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായവർ, വ്യജനൈ വിശരികളാൽ, സമവീജിയൻ നന്നായി വീശി. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഗോപബാലന്മാരിൽ ചിലർ സ്വതവേ മഹാത്മാക്കളായവർ ഭഗവാന്റെ പാദപങ്കജങ്ങൾ തിരുമുകയും പാപമുക്തി നേടിയ യോഗ്യരായ മറ്റു ചിലർ നൈപുണ്യത്തോടെ ഭഗവാനെ വീശുകയും ചെയ്യും. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഗോപബാലന്മാർ വളരെ ശ്രദ്ധാപൂർവം വിദഗ്ധമായി ഇളം കാറ്റ് ഉയർത്തിക്കൊണ്ട് ഭഗവാനെ വീശി എന്നാണ് സമവീജിയൻ എന്ന വാക്ക് വെളിപ്പെടുത്തുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 17. ശ്ലോകം 18. അന്യേ തദനുരൂപാണി മനോജ്ഞാനി മഹാത്മനാ ഗായന്തി സ്മ മഹാരാജ സ്നേഹക്ലിന്നദിയേഷണൈ. അന്യേ തദനുരൂപാണി മനോജ്ഞാനി മഹാത്മനാ ഗായന്തി സ്മ മഹാരാജ സ്നേഹക്ലിന്നദിയേഷണൈ. അന്യേ തദനുരൂപാണി മനോജ്ഞാനി മഹാത്മനാ ഗായന്തി സ്മ മഹാരാജ സ്നേഹക്ലിന്നദിയേഷണൈ. ഹരേ കൃഷ്ണ. 19 വിവർത്തനം. അന്യേ മറ്റുള്ളവർ, തദനുരൂപാണി സന്ദർഭത്തിന് ചേരും വിധം, മനജ്ഞാനി മനസ്സിന് ആകർഷകമാം വിധം, മഹാത്മന മഹാത്മാവിന്റെ കൃഷ്ണഭഗവാന്റെ, ഗായന്തി സ്മ അവർ പാടി, മഹാരാജ പരീക്ഷിത് മഹാരാജാവെ സ്നേഹത്താൽ, ക്ലിന്ന അലിഞ്ഞു, ധിയ അവരുടെ ഹൃദയങ്ങൾ, ശനൈ മെല്ലെ. വിവർത്തനം ശീല പ്രഭുപാദ് കി ജയ്. എന്റെ പ്രിയപ്പെട്ട രാജാവെ, മറ്റു കുട്ടികൾ സന്ദർഭത്തിന് ചേരും വിധം മനം മയക്കുന്ന ഗാനങ്ങൾ ആലപിക്കുകയും അവരുടെ ഹൃദയങ്ങൾ ഭഗവാനോടുള്ള സ്നേഹത്താൽ ഉരുകുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 19. ഏവം നിഗൂഢാത്മഗതി സ്വമായയാ ഗോപാത്മജത്വം ചരിതൈർവിഡംബയൻ രേമേ രമലാളിതപദപല്ലവോ ഗ്രാമ്യോ സമം ഗ്രാമ്യവത് ഈശചേഷ്ടിതാ. ഏവം നിഗൂഢാത്മഗതി സ്വമായയാ ഗോപാത്മജത്വം ചരിതൈർവിഡംബയൻ രേമേ രമാലാളിത പാദപല്ലവോ ഗ്രാമേ സമം ഗ്രാമ്യവത് ഈശചേഷ്ടിതാ. ഏവം നിഗൂഢാത്മഗതി സ്വമായയാ ഗോപാത്മജത്വം ചരിതൈർവിഡംബയൻ രേമേ രമലാളിത പാദപല്ലവോ ഗ്രാമേ സമം ഗ്രാമ്യവത് ഈശചേഷ്ടിതാ. ഹരേ കൃഷ്ണ.
एवं निगूढात्मगतित्वमायया गोपात्मजत्वं चरितै विडम्बयन् रेमे रमालालितपादपल्लवो ഗ്രാമേ സമം ഗ്രാമവതീശ ചേഷ്ടിത. പദാനുപദാർത്ഥം. ഏവം ഇപ്രകാരം നിഗൂഢ മറയ്ക്കപ്പെട്ട ആത്മഗതി ഭഗവാന്റെ സ്വന്തം ഐശ്വര്യം സ്വമായയാ സ്വന്തം നിഗൂഢ ശക്തിയാൽ ഗോപാത്മജത്വം ഒരു ഗോപബാലകന്റെ മകനെന്ന നില ചരിതൈ തന്റെ പ്രവൃത്തികളാൽ വിഡംബയൻ അനുകരിച്ചുകൊണ്ട് രമേ ആസ്വദിച്ചു രമാലാളിത ലക്ഷ്മീദേവിയാൽ ലാളിക്കപ്പെടുന്ന പാദപല്ലവ തളിരുപോലെ മൃദുവായ പാദങ്ങൾ ഗ്രാമേ സമം ഗ്രാമവാസികളോടൊപ്പം ഗ്രാമ്യവർ ഒരു ഗ്രാമീണനെ പോലെ ഈശാചേഷ്ടിത പരമപുരുഷന് മാത്രം സാധ്യമായ പ്രവൃത്തികൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും വിവർത്തനം ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശിലാപ്രഭ മഹാരാജ് കി ശിക്ഷകണം കി ജയ്. ലക്ഷ്മി ദേവിയാൽ പരിചരിക്കപ്പെടുന്ന മൃദുല പാദ തളിരുകളോടെ കൂടിയ പരമപുരുഷൻ തന്റെ ആന്തരിക ശക്തിയാൽ തനിക്കുള്ള അതീന്ദ്രിയ ഐശ്വര്യങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു ഗോപബാലകന്റെ പുത്രനെ പോലെ അഭിനയിച്ചു. എങ്കിലും മറ്റു ഗ്രാമവാസികളോടൊപ്പം ഒരു ഗ്രാമീണ ബാലനെ പോലെ ആഹ്ലാദിച്ചു കഴിയുമ്പോഴും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈശ്വരന് മാത്രം സാധിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 20. ശ്രീരാമനാമഗോപാലോ രാമകേശവയോ സഖാ സുബലസ്തോതകൃഷ്ണാദ്യ ഗോപാ പ്രേംനേദം അബ്രുവൻ. ശ്രീരാമനാമഗോപാലോ രാമകേശവയോ സഖാ സുബലസ്തോതകൃഷ്ണാദ്യ ഗോപാ പ്രേംനേദം അബ്രുവൻ. ശ്രീരാമനാമഗോപാലോ രാമകേശവയോ സഖാ സുബലസ്തോകൃഷ്ണാദ്യ ഗോപാഹ പ്രേംനേദമബ്രുവൻ. ഗീതാമാജി. ഹരേ കൃഷ്ണ. ശ്രീദാമൻ എന്ന പേരായ ഗോപബാലൻ രാമ കേശവയോ ബലരാമന്റെയും കൃഷ്ണന്റെയും സദാ സുഹൃത്ത് സുബല സ്തോക കൃഷ്ണ ആദ്യ സുബലനും സ്തോകകൃഷ്ണനും മറ്റുള്ളവരും ഗോപബാലന്മാർ പ്രേംന സ്നേഹത്തോടെ ഇതം ഇങ്ങനെ അബ്രുവൻ പറഞ്ഞു. വിവർത്തനം. ഒരിക്കൽ കൃഷ്ണ ബലരാമരുടെ ഉറ്റ സുഹൃത്തായ ശ്രീദാമനും സുബലൻ സ്തോകകൃഷ്ണൻ എന്നിങ്ങനെയുള്ള മറ്റു ഗോപബാലന്മാരും സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു. ഭാവാർത്ഥം ശില വേദാന്ത സ്വാമി ശീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. കൃഷ്ണ ബലരാമന്മാരുടെ കേൾക്കുന്നുണ്ടോ? ഇല്ല മ്യൂട്ടായി എന്താ അറിയില്ല. മ്യൂട്ടല്ല. കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പൊ കേൾക്കുന്നുണ്ട്. വായിച്ചോളാം മാതാജി. കൃഷ്ണ ബലരാമന്മാരുടെ മുന്നിൽ ഗോപബാലന്മാർ സമർപ്പിക്കുന്ന അപേക്ഷ സ്വാർത്ഥ മോഹത്തിൽ നിന്ന് ഉദിച്ചതല്ലെന്നും സ്നേഹപ്രചോദിതമാണെന്നും പ്രേരണ സ്നേഹത്തോടെ എന്ന പദം വ്യക്തമാക്കുന്നു. കൃഷ്ണ ബലരാമന്മാർ അസുരന്മാരെ വധിക്കുന്ന ലീല കാണുവാനും താളവനത്തിലെ മധുരപരങ്ങൾ ആസ്വദിക്കാനും കുട്ടികൾ അതീവ താല്പര്യരായിരുന്നു. അതുകൊണ്ട് അവർ ഈ അപേക്ഷ സമർപ്പിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 21. രാമ രാമ മഹാബാഹോ കൃഷ്ണ ദുഷ്ടനിബർഹണാം അതിവിദൂരേ സുമഹദ് വനം താലാലി സംകുലം. രാമ രാമ മഹാബാഹോ കൃഷ്ണ ദുഷ്ടനിബർഹണാം ഇതോ അതിവിദൂരേ സുമഹദ് വനം താലാലി സംകുലം.
രാമ രാമ മഹാബാഹോ കൃഷ്ണ ദുഷ്ടനിബർഹണാം ഇതോ അതിവിദൂരേ സുമഹ വനം താലാരി സംകുലം. രമണിമാജി മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. രാമ രാമ, ഹേ രാമ, മഹാബാഹോ, ശക്തമായ കരങ്ങളുള്ളവനെ, കൃഷ്ണ, അല്ലയോ ശ്രീകൃഷ്ണ, ദുഷ്ടനിർബഹണ, ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവനെ, ഇതഹ, ഇവിടെ നിന്ന്, അവിദൂരെ, അകലെയല്ലാതെ, സുമഹദ്, വളരെ വലിയ, വനം, ഒരു കാട്, താല ആളി, പനമരക്കൂട്ടം, സങ്കുലം, നിറഞ്ഞ. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഗോപബാലന്മാർ പറഞ്ഞു, അല്ലയോ രാമ, അതിശക്തിമാനായ രാമ, ദുഷ്ടസംഹാരകനായ ശ്രീകൃഷ്ണ, ഇവിടെ നിന്ന് അകലെയല്ലാതെ പനമരങ്ങൾ നിറഞ്ഞ ഒരു മഹാവനമുണ്ട്. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. വരാഹപുരാണത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ അസ്തി ഗോവർദ്ധനം നാമ ക്ഷേത്രം പരമദുർലഭം മധുര പശ്ചിമേ ഭാഗേ ആദൂരാത് യോജനദ്വയം. മധുരയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ദൂരെയല്ലാതെ 2 യോജന 16 നാഴിക മാത്രം അകലത്തിൽ പ്രാപിക്കാൻ വളരെ പ്രയാസമുള്ള ഗോവർദ്ധനം എന്ന ഒരു ദുർലഭമായ ഒരു പുണ്യസ്ഥലമുണ്ട്. വരാഹപുരാണത്തിൽ ഇപ്രകാരവും പ്രസ്താവിച്ചിരിക്കുന്നു. അസ്തി താലവനം നാമ ധേനുകാസുര രക്ഷിതം മധുര പശ്ചിമേ ഭാഗേ അദൂരാത് ഏകയോജനം. മധുരയുടെ പടിഞ്ഞാറ് 1 യോജന 8 മൈൽ ദൂരെയായി ധേനുകാസുരൻ കാത്തുരക്ഷിക്കുന്ന താലവനം എന്ന കാടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് മധുരയ്ക്കും ഗോവർദ്ധനഗിരിക്കും ഇടയിലായിട്ടാണ് താലവനം സ്ഥിതി ചെയ്യുന്നതെന്നാണ്. ശ്രീഹരിവംശം താലവനത്തെ ഇപ്രകാരം വർണ്ണിക്കുന്നു. സതുദേശ സമസ്നിഗ്ധ സുമഹാൻ കൃഷ്ണമൃത്തിക ദർഭപ്രായസ്ഥുലീഭൂതോ ലോഷ്ടപ്രാഷാണവർജിത. ആ കാനന ദേശം സമനിരപ്പായതും മൃദുലമായതും വിസ്താരമുള്ളതുമാണ്. അവിടുത്തെ മണ്ണ് കറുത്തിട്ടാണ്. നിറയെ ദർഭപ്പുല്ല് വളരുന്ന അവിടെ കല്ലുകളോ പാറകളോ ഇല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 22. ബലാനി തത്ര ഭൂരീണി പതന്തി പതിതാനി ച സന്ധി കിന്തു അവരുദ്ധാനി ധേനുകേന ദുരാത്മനാം. ബലാനി തത്ര ഭൂരീണി പതന്തി പതിതാനി ച സന്ധി കിന്തു അവിരുദ്ധാനി ധേനുകേന ദുരാത്മനാം. ബലാനി തത്ര ഭൂരീണി പതന്തി പതിതാനി ച സന്ധി കിന്തു അവിരുദ്ധാനി ധേനുകേന ദുരാത്മനാം. ജയമാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. ഫലാനി, പഴങ്ങൾ, തത്ര, അവിടെ, ഭൂരീണി, അനേകങ്ങളായ, പതന്തി, വീഴുന്നു, പതിതാനീച്ച, വീണുകിടക്കുന്നവയും, സന്ധി, ഉണ്ട്, കിന്തു, എങ്കിലും, അവരുദ്ധാനി, നിയന്ത്രണത്തിൻ കീഴിലാണ്, തടയപ്പെട്ടിരിക്കുന്നു, ധേനുകേന, ധേനുകനാൽ, ദുരാത്മന, ദുഷ്ടനായ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ആ താലവനത്തിൽ അനേകം ഫലങ്ങൾ പഴുത്തു വീഴുന്നു, നിലത്തു വീണു കിടക്കുന്നവയും എത്രയോ അവിടെയുണ്ട്. പക്ഷേ അവയെല്ലാം ദുഷ്ടനായ ധേനുകാസുരന്റെ കാവലിലാണ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ധേനുകാസുരൻ താലവനത്തിലെ അതീവ രുചികരമായ പഴുത്ത പനം പഴങ്ങൾ ഭുജിക്കാൻ ആരെയും അനുവദിക്കില്ല. കൃഷ്ണന്റെ കൊച്ചു കൂട്ടുകാർ ഒരു പൊതുവനത്തിലെ പഴങ്ങൾ കഴിക്കാനുള്ള അവകാശം അന്യായമായി തടയുന്നതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 23. സേ അതിവീര്യോ അസുരോ രാമ ഹേ കൃഷ്ണ ഖരരൂപദൃക് ആത്മതുല്യ ബലേരാന്യൈ ജ്ഞാതിഭിർ ബഹുഭിർബുധാം. സോ അതിവീര്യോ അസുരോ രാമ ഹേ കൃഷ്ണ കരരൂപദൃക് ആത്മതുല്യ ബലേർ അന്യേ ജ്ഞാതിഭിർ ബഹുഭിർബുധാം. സ അതിവീര്യോ അസുരോ രാമ ഹേ കൃഷ്ണ കരരൂപദൃക് ആത്മതുല്യ ബലേരന്യേ ജ്ഞാതിഭിർ ബഹുഭിർബുധാം. വാസുപുഷ്പവും ജില്ലയുടെ മ്യൂട്ടാണ് പോയി. പ്രഭു മ്യൂട്ടാണ്. നീലാംബര പ്രഭു.
ഹരേ കൃഷ്ണ. പദാനുപദ ഹരേ കൃഷ്ണ. ആ സോ അതി വീര്യോ അസുരോ രാമ ഹേ കൃഷ്ണ കര രൂപദൃക് ആത്മതുല്യ ബലൈരന്യൈ ജ്ഞാതിബീർ ബഹുബീർ വൃത. പദാനുപദാർത്ഥം. സ അവൻ, അതിവീര്യ വളരെ വീര്യമുള്ളവൻ, അസുര അസുരൻ, രാമ ഹേ രാമ, ഹേ കൃഷ്ണ അല്ലയോ കൃഷ്ണ, ഗരരൂപ കഴുതയുടെ രൂപം, ദൃക് ധരിച്ച, ആത്മതുല്യ ബലൈ തന്നോളം ബലമുള്ളവരും, അന്യൈ അന്യരുമായി, ജ്ഞാതിബി ബന്ധുക്കളാൽ, ബഹുബി അനേകം, വൃത ചുറ്റപ്പെട്ട. സുവർത്തനം ശീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. അല്ലയോ ശ്രീ ബലരാമ, അല്ലയോ ശ്രീ കൃഷ്ണ, അതിശക്തനായ ഒരു അസുരനാണ് കഴുതയുടെ രൂപം കൈക്കൊണ്ടിരിക്കുന്ന ഈ ധേനുകൻ. അവന്റെ ചുറ്റും അവനെപ്പോലെ രൂപം ധരിച്ച് അവനോളം ബലമുള്ള അനേകം ബന്ധുമിത്രാദികളുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മേലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനേ. ശ്രീ വാഷവാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണ സംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജല പ്രേമാഢ്യ രൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുദ്ധ അപസിദ്ധാന്ത ദ്വാന്തഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തേ മൂർത്തേ വിപ്രലംബന സാംബോധോ പാദാംബുജയേ തേ നമഃ. നമ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായതേ. ഗൗരാവിർഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമൗ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപസനാതനാം ഭട്ടരഘുനാഥ ശ്രീജീവാ ഗോപാലഭട്ട ദാസരഘുനാഥ യജായ ഘോഷായ കോരിചരൺ വന്ദൻ ജഹാമോത്തെ വിഘ്നാനാസ് അഭീഷ്ടപൂരൻ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹോദന്യായ കൃഷ്ണ പ്രേമപദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. ജയതാം സരദോപംബോ മമ മന്ദമദേ ഗതി മത്സർവസ്വപദാംബോജോ രാധാ മദന മോഹനോ. ദിവ്യാവൃന്ദാരണ്യകൽപദ്രുമദാ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീലഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭി സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീവടത്തടസ്ഥിതഃ കഷൻ വേണുസ്വനൈർഗോപി ഗോപിനാഥ ശ്രീതുനാ. കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാം ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം ഹരേ ഹരേ. പാദസംവാഹനം ചക്രു കേചിത്തസ്യ മഹാത്മനാം അവരെ ഹതപാപാത്മനോ വ്യജനേ സമവീജയ. Some of the cohort boys, who are all great souls, would then massage his lotus feet, and others, qualified by being free of all sins, would expertly fan the Supreme Lord. ഉദാഹരണത്തിലേക്ക് കൃഷ്ണന്റെ ഗോപന്മാരും ബലരാമനും ചേർന്നിട്ടുള്ള കേളി രംഗങ്ങളാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ പ്രകൃതി രമണീയമായുള്ള സ്ഥലമാണ് വൃന്ദാവനം. വൃന്ദാവനം വാസ്തവത്തിൽ ഈ ഭൗതിക ലോകത്തിൻ്റെ ഭാഗമല്ല, ഇത് ആത്മീയ ലോകത്തിൻ്റെ ഒരു കഷ്ണമാണ്, ഫലകമാണ്. ഗോലോക് വൃന്ദാവൻ്റെ ഒരു ശരിയായ പ്രതിഫലനം പറയാൻ പറ്റില്ല, റിയലിനെ അതാണ് ഈ വൃന്ദാവനം. അതുകൊണ്ട് അത് ഭൗതികമായ രീതിയിൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, അത് തികച്ചും ആത്മീയമാണത്. അതിൻ്റെ ആത്മീയമായ സ്വഭാവം ഒരിക്കലും മാറില്ല. ഇപ്പൊ നമ്മളൊരു കൃഷ്ണനുള്ള കാലത്ത് അതിൻ്റെ പറഞ്ഞ ഇവിടെ നിറയെ തടാകങ്ങളും പൊയ്കകളും താമരപ്പൂക്കൾ വരുന്ന ഹംസങ്ങൾ നീന്തുന്നു, ധാരാളം ശലഭങ്ങള്, തേൻവണ്ടുകള്, ഇതെല്ലാം മൂളി പാടിപ്പോകുന്നു. മരങ്ങൾ, ചെടികൾ, മരങ്ങളിലെല്ലാം നിറയെ നാനാതരത്തിലുള്ള ഫലങ്ങള്, അതിങ്ങനെ തിങ്ങി വിങ്ങി അതിൻ്റെ ഭാരം കാണും, അതിൻ്റെ ശാഖകളെല്ലാം താഴോട്ട് വരുന്നു. ഇങ്ങനെ വളരെയധികം പ്രതിരമണീയമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് വൃന്ദാവനത്തെക്കുറിച്ച് കാണാൻ പറ്റും. അതിനുശേഷം 500 വർഷം മുമ്പ് ചൈതന്യ മഹാപ്രഭു വന്നപ്പോഴും ഇതുപോലത്തെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ വൃന്ദാവനത്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ കാണാൻ കഴിയില്ലായിരിക്കും. അതാണ് വിട്ടൽ നെക്സ്റ്റ് ഏരിയ കഴിഞ്ഞാൽ അത് പഴയ പോലെ വ്യത്യാസമില്ല. പക്ഷേ എന്നിരുന്നാലും ശരി, അതിൻ്റെ ആ ട്രാൻസെൻഡൻ്റ് ആയിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ഗുണം ഒരിക്കലും മാറില്ല. ഇപ്പം പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് ബിൽഡിങ്സ് ഉണ്ടാവും, പഴയ പോലെ ഭംഗി ഉണ്ടാവില്ല. യമന എന്നുള്ള മറ്റു ഉണങ്ങി ആകെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഇപ്പോൾ ചെറുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെന്ന് തോന്നിയിട്ട് അങ്ങനെ കാണുമ്പോൾ ഒരു ആത്മീയത വളരെ ഡിവൈനായിട്ടുള്ള ഒരു നമുക്ക് തോന്നില്ലായിരിക്കും. പക്ഷേ അത് വാസ്തവത്തിൽ അങ്ങനെയല്ല. അത് ഏത് സമയത്ത് ഡിവൈൻ അല്ലെങ്കിൽ എറ്റേണൽ അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുമ്പോൾ അത് ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാവില്ല എന്നല്ലല്ലോ. അത് താൽക്കാലികമായ അതിൻ്റെ താൽക്കാലിക പ്രസാദമാണത്. പക്ഷേ വൃന്ദാവനം എറ്റേണലാണ്. അപ്പൊ അതിൻ്റെ ഒരു മാറ്റം ഒരിക്കലും മാറില്ല, അതിൻ്റെ സ്വഭാവം, നേച്ചർ ഒരിക്കലും മാറില്ല. അപ്പൊ അങ്ങനെ കൃഷ്ണനുള്ള സമയത്ത് പക്ഷെ അതിമനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ കൃഷ്ണനും ഗോപന്മാരും കൂടി ബലരാമനും ചേർന്ന് ദിവസവും ഈ വനങ്ങളിൽ പോയിട്ട്, ഇപ്പോൾ അവർക്ക് ഫുൾ ഫ്രീഡമാണ്, ഏത് വനത്തിലും പോകാം. പണ്ടൊക്കെയാണെങ്കിൽ പറ്റില്ല, കിടാങ്ങളെ പിടിച്ചിട്ട് പോകുമ്പോൾ ഏതാണ്ട് വൃന്ദാവനത്തിൻ്റെ ബോർഡർ വരെ പോകാൻ പറ്റുള്ളൂ, അതിനപ്പുറം പോകാൻ പറ്റില്ല. ആ ബോർഡറിൽ ഇരിക്കുന്ന വനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഉള്ളിലും പോകാനും സമ്മതമില്ല, അനുമതിയില്ല. പക്ഷേ വത്സപ്പാന്ന് ഗോപാലായിട്ട് മാറിയപ്പോൾ കൃഷ്ണനും ബലരാമനും അതിൻ്റെ ഫ്രണ്ട്സിനും വൃന്ദാവനത്തിൽ എവിടെയും പോയി മേഞ്ഞ് നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ അതിന്റെ ഘോഷത്തിലാണ് പറഞ്ഞത്. ഇപ്പം ഓരോ പുതിയ ഫലങ്ങൾ അവരെ കയറുകയാണ്. അപ്പൊ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവർ തമ്മിൽ കളികളും ഈ സമയത്തും വിനോദം, ലീല പാസ് ടൈംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിൽ ചിലപ്പോൾ യുദ്ധം ഉണ്ടാവും, ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങൾ കണ്ടു, ബലരാമൻ കുറച്ച് നടന്ന് ക്ഷീണിച്ചു. ബലരാമന്റെ സേവ കൃഷ്ണൻ സ്വയം ഏറ്റെടുത്തു. അതിനെ ജലപാനെല്ലാം നിർത്തിക്കടുത്ത് ക്ഷീണം മാറ്റി. ഇപ്പൊ കൃഷ്ണൻ ഫ്രണ്ട്സുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഇച്ചിരി ഫൈറ്റിംഗ് നടത്തിയപ്പോൾ കൃഷ്ണൻ ആകെ ക്ഷീണിച്ചു പോയി. കൃഷ്ണൻ പറഞ്ഞു, മയ്യ എനിക്ക് ഇനി കടന്നേ പറ്റൂ. അപ്പോൾ
എന്താ ഈ അപ്പോഴേക്കും ഉടനടി ഗോപന്മാരെല്ലാം കൂടി ഈ ഇലകൾ കൊണ്ടും ചുള്ളിവടികൾ കൊണ്ടും ഇലകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും ഒരു കിടക്ക ഉണ്ടാക്കിയവർ. എന്നിട്ട് അവിടെ കൃഷ്ണൻ കടന്നു സുഖമായിട്ട് ഒരു ഗോപാലന്റെ മടിയിൽ കടന്ന് ആസ്വദിക്കാൻ തുടങ്ങി, ഉറക്കം ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശ്ലോകത്തിൽ പാദസംവാഹനം ചക്രു കേജിത്തസ്യ മഹാത്മന. ഇവരെല്ലാം സാധാരണ ഗോപന്മാർ, സാധാരണ ആൾക്കാരല്ല, അവര് ഭഗവാന്റെ അസോസിയേറ്റ്സ് തന്നെയാണ്. ഭൂലോകം താഴ്ന്ന് ഭഗവാന്റെ ഒപ്പം ഭഗവാനെ സേവ ചെയ്യാൻ വേണ്ടി വന്നവരാണ് അവരെല്ലാം. അപ്പോ അവർ സാധാരണ റിലാക്സ്ഡ് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഭഗവാന്റെ ധാമെന്ന് വരുന്ന ആൾക്കാരാണ്. പലരും ചില ഗ്രൂപ്പില് സാധന സിദ്ധി കൊണ്ട് ഈ ലെവലിലേക്ക് ആൾക്കാരുണ്ടാവും. പക്ഷെ അധികം ആൾക്കാർ ഗോപന്മാരെ കൃഷ്ണനൊപ്പം വന്നവരെല്ലാം അവർ ട്രാൻസ്ജെൻഡർ ലൈറ്റിനെ അവര് എപ്പോഴും ഓരോ വൃന്ദാവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുകൊണ്ട് ഇവരെല്ലാം മഹാത്മാവായിട്ട് കണക്കാക്കും. അവരെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഇതുപോലെ വേറെ കുറച്ച് ആൾക്കാർ പാപമെല്ലാം തീർത്തിട്ട്, സകല പാപങ്ങളും തീർത്തിട്ട് വ്യജമാനെ സമാജിത്വം, അപ്പൊ ഇവിടെ പാപവിമുക്തരായിട്ടുള്ള വേറെ ഗ്രൂപ്പുണ്ട്. അതൊരു പക്ഷേ നേരിട്ട് വൃന്ദാവനം എന്ന അല്ലെങ്കിൽ ഭഗവാന്റെ സന്തത സഹചാരികളാവണമെന്നില്ല. പല ഗ്രൂപ്പുണ്ട് അതില് സാധന ശക്തി കൊണ്ട്, സാധന ശക്തി ഇപ്പോൾ വസുദേവരെല്ലാം ചെയ്ത മാതിരി സാധന ശക്തി കൊണ്ട് പാപവിമുക്തരായിട്ട് ഭഗവാനെ സേവ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് എന്ത് ചെയ്യണം, എങ്ങനെ സേവിക്കണം? അത് ഭഗവാന്റെ കാൽപാദങ്ങളെ കുറിച്ച് വല്ല വർണ്ണന എല്ലാത്തിലും കാണാൻ പറ്റും. അതൊരു ബോട്ടായിട്ട് ആരാ കമ്പയർ തന്നെ? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മസ് സമാഷിതായേ പദപല്ലവപ്ലവം 58 ശ്ലോകത്തിലാണ്. ആരാണോ ഭഗവാന്റെ കാൽപാദങ്ങളെ ബോട്ടായി കണക്കാക്കി അതിനെ ആശ്രയിക്കുന്നത്, അവരൊരിക്കലും ഭൗതികത്തിൽ ഭയപ്പെടുന്നില്ല. ഭൗതികമായിട്ടുള്ള സംസാര സാഗരം എന്നുള്ളത് പശുക്കിടാവിൻ്റെ കുളമ്പിലൊഴിക്കുന്ന വെള്ളത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ. അപ്പോ ഭഗവാന്റെ കാൽപാദങ്ങള് സേവ ചെയ്യാന്നുള്ളത് വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങേയറ്റം ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഈ പറഞ്ഞ ഗോപന്മാര്, ഭഗവാന്റെ സന്തത സഹചാരികളാണ് അവര്. അപ്പോൾ അവർക്ക് ആ സേവ കിട്ടിയപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് കിട്ടി? പറഞ്ഞാൽ പാവങ്ങളിൽ നിന്ന് വിമുക്തരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കിട്ടിയ അവസരം എന്താണ്? അവർക്ക് ഭഗവാൻ വിശറി കൊണ്ട് വീശാം, ചാമരം കൊണ്ട് വീശാം. അത് വളരെ എന്താ പറയുക, പതുക്കെ നല്ല കൂളിംഗ് ആയിട്ട് നല്ല തണുപ്പുള്ള കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചില ആൾക്കാര് അങ്ങനെ പാദം സേവ ചെയ്യണം, മറ്റു ചില ആൾക്കാർ ഫാൻ ചെയ്യണം. വേറെ ആൾക്കാർ എന്ത് ചെയ്യണം? അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയണ്ട, അന്യേ തദനുരൂപാണി മനോജ്ഞാനി മഹാത്മന ഗായന്തി സ്മ മഹാരാജ സ്നേഹക്ലിന്നാദ്യശനേ. My dear king, other boys would sing enchanting songs appropriate to the occasion, and their hearts would melt out of love for the Lord. അപ്പോൾ ചില ആൾക്കാര് ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്?
അനുയോജ്യമായ ഏതാ ആ സമയത്തുള്ള ഒക്കേഷൻ എന്താണ്, ആ സമയത്ത് സന്ദർഭം എന്താണ്, സന്ദർഭോചിതമായിട്ടുള്ള ഗായനങ്ങൾ, സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഗാനങ്ങൾ പാടിക്കൊണ്ടേയിരുന്നു. അപ്പൊ അങ്ങനെ ഗാനം കേട്ടുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുന്നത്? സ്നേഹക്ലിന്ന ധ്യേശനൈ, പതുക്കെ പതുക്കെ എന്താണ്, ക്ലിന്ന, അവരുടെ കഴുകപ്പെട്ട് ഉരുകിപ്പോയി. എന്താണ് ഉരുകുന്നത്? അവരുടെ ഹൃദയം ഉരുകി. തദശ്മസാരം ഹൃദയം പതേതം എന്ന് ശ്രീമദ്ഭാഗം 2-ാമത്തെ പറയുന്നുണ്ട്. നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ ഹൃദയം ചെയ്യാൻ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് അത് എളുപ്പത്തിൽ അങ്ങോട്ട് അലിഞ്ഞു ഇതാവില്ല, അതലിയില്ല. പക്ഷെ ഗോപന്മാര് അവരുടെ ഹൃദയം എന്നുള്ള വെണ്ണ പോലെ ഇരിക്കും. കൃഷ്ണന്റെ സ്മരണ കൊണ്ട് മാത്രം തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയം ഉരുകി പുറത്തേക്ക് വരും. അപ്പോ ചില ആൾക്കാരങ്ങനെ ഈ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉരുകി വന്ന് ആ ഭാവപകർച്ച നമുക്ക് കാണാൻ പറ്റും. എൻചാൻഡിങ് സോങ്സ് അപ്രോപ്രിയേറ്റ് ഫോർ ദാറ്റ്. ഒരു സാധാരണ കീർത്തനമല്ല, വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന, ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്ന കീർത്തനാണ് അവർ ചൊല്ലുന്നത്. അതുകൊണ്ട് അവരുടെ ഹൃദയം തന്നെ ഉരുകിപ്പോയി എന്ന് പറഞ്ഞു. ഭഗവാനെ വർണ്ണിച്ച് അവരുടെ ഹൃദയം വർണ്ണിച്ചു. അപ്പോൾ നമ്മുടെ സെൻസ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അവരുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല. അത് ചിലർക്ക് നീട്ടി വളരെ ഇതായിട്ട് ഇങ്ങനെ ചില പാടും. ആസ്വാദനം എന്നുള്ള തൻ്റെ ഇന്ദ്രിയ ആസ്വാദനം പോലെയാണ് അതിൽ. അപ്പോൾ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് ആസ്വദിപ്പിക്കാൻ വേണ്ടിയ രീതിയിലാണ് നമ്മൾ കീർത്തനം ചെയ്യേണ്ടത്. അത് മെയിനായിട്ടുള്ള ഭാവമുണ്ട്, പിന്നെ താളം, പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി, സ്ഫുടത, വ്യാകരണം, ഇതെല്ലാം കൂടി ചേർത്ത് വരുമ്പോഴാണ് നല്ലൊരു കീർത്തനമായിട്ട് വേണ്ടത്. അങ്ങനെയുള്ള കീർത്തനം ഏത് ദുഷ്ടഹൃദയന്റെയും മനസ്സ് അല്ലെങ്കിൽ ഹൃദയം ഇളക്കി മാറ്റപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ അനുയോജ്യമായിട്ടുള്ള ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു, ചില ആൾക്കാർ വീശിക്കൊണ്ടിരിക്കുന്നു, ചില ആൾക്കാർ പാദം തടയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ്റെ വരികയാണ്, ഏവം നിഗൂഢാത്മകതീസുമായ ഗോപാത്മാഭജത്വം ചരിതൈ വിടംബയൻ രേമേ രമലാളിതപാദപല്ലവോ ഗ്രാമീ സമം ഗ്രാമ്യോ തദ് ഈശചേതസാ. അങ്ങനെ ഭഗവാൻ, പരമദിവ്യോത്തമപുരുഷനായ ഭഗവാൻ ഇങ്ങനെ തൻ്റെ ഏറ്റവും ആത്മീയമായിട്ടുള്ള ബലങ്ങൾ, അഷ്ടസാത്വിക ഭാവങ്ങൾ, ഭഗവാന്റെ 6 ഷഡ് പവേഴ്സ്, ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട്, മറച്ചു വെച്ചുകൊണ്ട്, സാധാരണ ആണോ ഏറ്റവും ലക്ഷ്മിപതി, ഏറ്റവും ധനത്തിൻ്റെ അധിപയായിരിക്കുന്ന ലക്ഷ്മി മാതാജി, ലക്ഷ്മി ദേവി ഭഗവാന്റെ ആ പാദപങ്കജങ്ങളെ എപ്പോഴും തടവിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു യോഗമായാണ്. സാധാരണക്കാരനായിട്ട് കൃഷ്ണൻ മാറുകയാണ് അവിടെ. ഒരു ആട്ടിടനായിട്ട്, അല്ല ഗോപാലപാലനായിട്ട് ഉദ്ധാനത്തിൽ വിഹരിക്കുകയാണ്. സാധാരണ ഒരു ഗോപന്റെ മകനായിട്ട്, സാധാരണ ഗോപനായിട്ട് അദ്ദേഹം വിഹരിക്കുകയാണ്. പക്ഷെ ഇടയില് എന്നിട്ടാവും അദ്ദേഹത്തിന്റെ പവർ, ശരിയായിട്ടുള്ള പവർ പ്രദർശിപ്പിക്കും. ആ ചിലപ്പോൾ ആവശ്യമുണ്ട്.
അസുരന്മാരെന്ന് ഗ്രഹിക്കുമ്പോൾ നമുക്കറിയാം, പല അസുരന്മാരെന്ന് ഗ്രഹിക്കുമ്പോൾ പല ശക്തി, ഭഗവാൻ ഭയങ്കര ശക്തി കാണിക്കുന്നുണ്ട് അവിടെ. വളരെ എളുപ്പത്തിൽ അവർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ അല്ലെ പരിത്രാണായ ച സാധൂനാം വിനാശായ ച ദുഷ്കൃതാം എന്ന ശ്ലോകത്തില് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭാവ്യ. അപ്പൊ ഇതാണ് ഭഗവാന്റെ ഉദ്ദേശം. അപ്പോൾ അതിന് ഉദ്ദേശം അനുസരിച്ച് ചിലപ്പോൾ അദ്ദേഹം ആ പവർ മുഴുവൻ പുറത്തേക്ക് എടുത്ത് കാണിക്കും, അസുരന്മാരെ വധിക്കാൻ പവർ എടുത്ത് മുഴുവൻ കാണിക്കും. ചിലപ്പോൾ വെറും പ്രേമഭാവമായി, ചിലപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള രീതിയിലുള്ളതായിരിക്കും. പക്ഷെ പൊതുവെ വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ മാധുര്യ ഭാവത്തിനാണ് ഏറ്റവും പ്രധാനം. കൃഷ്ണൻ ഐശ്വര്യഭാവത്തിനേക്കാൾ കൂടുതലുള്ള മാധുര്യഭാവമാണ് കൃഷ്ണന്റെ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു പവർ കാണിക്കും, അസുരന്മാരെ വധിക്കുമ്പോൾ ഈശ്വരീയമായിട്ടുള്ള ശക്തി വരും. പക്ഷെ അത് കുറച്ചു കാലത്തേക്ക് നിൽക്കും. അത് മാത്രമല്ല, അത് ബാലന്മാരുടെ ഗൗന്മാരുടെ ഹൃദയത്തിൽ മറഞ്ഞു പോവുകയും ചെയ്യും. അതേ സമയത്ത് എപ്പോഴും മാധുര്യ ലീലകൾ ആടാനാണ് കൃഷ്ണ ഇഷ്ടം. അപ്പോൾ സഭാനിൽ സാധാരണക്കാരായിട്ടുള്ള ഗോപാലനായിട്ട് അദ്ദേഹം വരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, എന്താ, ഗോപന്മാരുടെ യുദ്ധം ചെയ്തു, ഫൈറ്റ് ചെയ്തു, യുദ്ധം നടത്തി. അപ്പോൾ കൃഷ്ണൻ ക്ഷീണിച്ചു പോയി. 1000 വർഷം കൃഷ്ണൻ ക്ഷീണിച്ചു പോയി. അയ്യോ, എനിക്ക് വെള്ളം വേണം, എന്നെ കിടത്തണം, എന്നെ ഫാൻ ചെയ്യണം എന്നാവശ്യമായപ്പോൾ സഭാന ഗോപാലനായിട്ടാണ് പെരുമാറുന്നത്. എന്നാൽ അവസരം വരുമ്പോൾ, അവൻ്റെ സന്ദർഭം വരുമ്പോൾ അതിൻ്റെ പവർ എടുത്ത് കാണിക്കുകയും ചെയ്യും. ഇത് അവരുടെ ഹൃദയത്തില്, ഗോപാലത്തില് ഈ പവർ ഡിസ്പ്ലേ അവരുടെ ഹൃദയത്തിൽ അത് നിൽക്കില്ല. പക്ഷെ ആദ്യം പറഞ്ഞു നിൽക്കും. കൃഷ്ണൻ വിശന്നിട്ട് ദാഹിച്ചിട്ട് വെള്ളം ചോദിക്കുക, കൃഷ്ണകാലിൽ ഡെക്കറേറ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യും. കൃഷ്ണ മാധുര്യമായിട്ടുള്ള രക്ഷിപ്പാണ്. ഡിവോട്ടീസിന്റെ മധുര ഭാവത്തിന് തന്ന ഭാവങ്ങളാണ് കൃഷ്ണൻ കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ ഐശ്വര്യഭാവമല്ല. ഐശ്വര്യഭാവം അങ്ങ് ജഗന്നാഥനാണ്, ജഗദീശ്വരനാണ് എന്നെങ്കിലും പറയാം, പരമേശ്വരനാണ്. പക്ഷേ വ്രജഭൂമിയിൽ ഒറ്റ പോലും അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കില്ല. ഇത് നമുക്ക് ഉപയോഗിക്കാം. സാധാരണ ഭക്തി ചെയ്യുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ അസോസിയേറ്റ്സിൻ്റെ വിഷ്ണുത്വത്തിലുള്ള എക്സ്പാൻഷൻസ് ആയിട്ടുള്ള ശ്രീരാമചന്ദ്രൻ, വരാഹമൂർത്തി, നരസിംഹദേവം, ഭഗവാൻ, ഇവരുടെ എല്ലാം ഭാവം ഉൾക്കൊണ്ട് അത് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് കൃഷ്ണൻ എപ്പോഴും മധുരഭാവത്തിൽ നിൽക്കുക. അതാണ് വൃന്ദാവനത്തിരിക്കുന്ന കൃഷ്ണൻ എപ്പോഴും മധുരഭാവത്തിലാണ്. വൃന്ദാവനത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ 4000 രൂപയായി, അത് 4000 രൂപയാണ്. അപ്പോൾ അത് പല ആവശ്യം അനുസരിച്ച് ഇപ്പോൾ യുദ്ധം ചെയ്യണ കോംപ്രമൈസ് അങ്ങനെ പല മൂഡ്സ് ഉണ്ട്, പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃഷ്ണൻ അങ്ങനെ ആക്ട് ചെയ്യണം, ശ്രീമൻ നാരായണനായിട്ട്. പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ള കൃഷ്ണൻ എന്നുള്ളത് വൃന്ദാവനത്ത് മുഴുവൻ മാധുര്യം നിറഞ്ഞു കൊടുക്കുന്ന ഭഗവാനായിട്ടാണ് കണക്ക്. അപ്പോൾ എന്താണ് ഇവര് പറഞ്ഞേ? രാമ രാമ കൃഷ്ണ എന്ന് പറയുന്ന അതേഴ്സ്. അപ്പോൾ ഈ ഫ്രണ്ട്സ് ഒരു ദിവസം കൃഷ്ണന് രാമനോട് ഒരു നിവേദനം കൊടുക്കുകയാണ്. ശ്രീരാമദാമ ഗോപാലോ രാമകേശവയോ സഖാ സുബലസ്തോത കൃഷ്ണസ്യ ഗോപാഹ പ്രേംനേദം അബ്രുവൻ. Some of the cowherd boys, Sri Dama, very close friend of Rama and Krishna, along with Subala, Stoka Krishna and others, lovingly spoke their following words.
അപ്പൊ പ്രേമേബം, പ്രേമത്തോട് കൂടിയിട്ട് പ്രേമത്തോട് കൂടിയിട്ട് എന്താണ് പറയുന്നത്, അവർ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഈ റിക്വസ്റ്റ് എന്നുള്ള അഭ്യർത്ഥന എന്നുള്ളത് അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടല്ല, കൃഷ്ണന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. എന്താണ് അവർ റിക്വസ്റ്റ് ആയിട്ട് പറയും. അപ്പൊ അവരൊരു പ്രേമത്തോട് കൂടിയിട്ട്, പ്രേമഭാവത്തോട് കൂടിയിട്ട് ഭഗവാനോട് അഭ്യർത്ഥന നടത്തുകയാണ്. രാമനെ വിളിച്ചിട്ട് സ്തോതകൃഷ്ണ ശ്രീരാമ, സ്തോതകൃഷ്ണ, സുബല എന്നീ 3 പ്രമുഖരായിട്ടുള്ള കൃഷ്ണന്റെ ബലരാമന്റെയും വലിയ സഖാക്കള് അവര് പ്രേമഭാവത്തില് കൃഷ്ണനെയും ബലരാമനെയും അവിടെ സംസാരിക്കുകയാണ്. എന്താണ്, രാമ രാമ മഹാബാഹോ കൃഷ്ണ കുട നിർബഹണാം ഇതോ അതിവിദൂരേ സുമഹാൻ വനം താലാലി സംകുലം. Boys had said, "O Rama, Rama, mighty armed one, O Krishna, destroyer of the miscreants, not far from here is a very great forest filled with the rows of palm trees." അപ്പോൾ ഇവരുടെ ആഗ്രഹം ഇപ്പൊ മനസ്സിലായി, ഇതുകൊണ്ടാണ് വിളിച്ചു വിളിക്കുന്നത്. കാരണം അവിടെ കുറച്ച് ദൂരെയായിട്ട്, ഇനിത്തെ ദൂരം അതിനെ പറ്റി പറയുമ്പോൾ പറയും 8 കിലോമീറ്റർ ആണ്. അത് സൗത്ത് വെസ്റ്റ് ഓഫ് മധുരയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിവിദൂരമല്ലാത്തതാണ്, അത്ര ദൂരമില്ല. അതിവിദൂരമല്ലാത്ത ഒരു വനമുണ്ട് ഇവിടുന്ന്, തളവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാമ, കൃഷ്ണ, ഞങ്ങൾക്ക് അതിലിരിക്കുന്ന പഴങ്ങള്, പാം ട്രീസ്, വലിയ പഴങ്ങള് ഞങ്ങൾക്ക് കഴിക്കണമെന്നുണ്ട് എന്നൊരു നിഗൂഢമായിട്ടുള്ള ഒരു അഭ്യർത്ഥന കൃഷ്ണനും രാമനും കൊടുക്കണം. അപ്പൊ എവിടെയാണ് ഈ തളവൻ? അവിടെ പറയുന്നുണ്ട്, തളവൻ എവിടെയാണ്, ഇതൊക്കെ എവിടെയാണ്, ഗോവർദ്ധൻ എങ്ങനെയാണ്? വരാഹപുരാണത്തിൽ കൂട്ടിയിട്ടുണ്ട്, പറയുന്നുണ്ട്, അസ്തി ഗോവർദ്ധന നാമാം ക്ഷേത്രം പരമദുർലഭം മധുര പശ്ചിമേ ഭാഗേ അധുരാത് യോജനദ്വയം. അപ്പൊ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. എവിടെയാണത്? വെസ്റ്റേൺ സൈഡ് മധുര. 2 യോജന, ഈ യോജന 8 കിലോമീറ്റർ, 16 കിലോമീറ്റർ ദൂരെ മധുരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ദൂരെ ഗോവർദ്ധൻ എന്ന പേരുള്ള അതിസുന്ദരമായിട്ടുള്ള, അധികം അന്ന് കാലത്ത് ഭയങ്കര വലിപ്പം കുറയുണ്ടായിരുന്നു ആയിട്ടുള്ളൊരു മല അവിടെയുണ്ട്. അത് വളരെ പരമദുർലഭമാണത്. ഗോവർദ്ധൻ എന്നുള്ള വളരെ ദുർലഭമായിട്ടുള്ളതാണ്. ഹോളി പ്ലേസ് ആണത്. എളുപ്പമാണോ? അത് കൈവരിക്കാൻ എളുപ്പമാണ്. ഭക്തിനെ മാത്രം മതി അത് കൈവരിക്കാം. വരാഹപുരാണത്തിൽ വീണ്ടും കൂട്ടിയുന്നുണ്ട്, അസ്ഥിതാലാവനം നാമാം ധേനുകാസുരരക്ഷിതം മധുര പശ്ചിമേ ഭാഗേ സ്വരാദ ഏകയോജനം. Not far from the western side of Mathura, 1 yojana away, 8 kilometers, is a forest known as Talavana. Or southwest, മധുരയുടെ സൗത്ത് വെസ്റ്റ് 2 യോജന, 16 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? അവിടെ ഗോവർദ്ധന ഉണ്ട്. 8 കിലോമീറ്റർ നടക്കുകയാണെങ്കിലോ, 8 കിലോമീറ്റർ അതേ ഡയറക്ഷനിലെ 8 കിലോമീറ്റർ ആണെങ്കിൽ അവിടെ തളവന. തളവനെ പറ്റിട്ട് ഹരിഹംസ വിലാസത്തിൽ പറയുന്നുണ്ട്, സതു ദേശ സമാസിദ്ധ സമഹാൻ കൃഷ്ണനാം മൃതിയ ധർമ്മപ്രായ സ്ഥൂലീഭൂതോ ദോഷപാശാംനാം ധൃജിത.
The land is here is even smooth and expensive. The earth is black, densely covered with forests, the rough grass, and devotion stones and pillars. വളരെ മഹത്തരായിട്ടുള്ള അമൂല്യമായിട്ടുള്ള നിധികളുള്ള സ്ഥലമാണ് ഗോവർദ്ധൻ എന്നുള്ളത്. അത് തനിക്ക് വേണ്ടിയിട്ട് അല്ല, കൃഷ്ണനും ബലവാനും വേണ്ടിയിട്ടാണ് അത് വളർത്തിയിട്ട് അപ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. The land there is even smooth and very expansive. The earth is black, densely covered with dharba grass and devoid of stones and pebbles. സാധാരണ കല്ലും കൂർത്ത കല്ലും അവിടെ ഇല്ല. വളരെ കറുത്ത നിറത്തുള്ള മണ്ണും പിന്നെ ദർഭപ്പുല്ലുകളും നിറഞ്ഞ സ്ഥലമാണത്. അപ്പോൾ അതിന് വേറെ വിശേഷം എന്താണ്? ബലാനി തത്ര ഭൂരീനി പതന്തി പതിതാനിച്ച സന്ധി കിന്തു അവരുദ്ധാനി ധേനുകേന ദുരാത്മന. In that Talavana forest, many fruits are falling from trees. പഴങ്ങള് പനമങ്ക അതിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ മുമ്പ് ഈ സ്ഥലം കാണാറുണ്ട്. വളരെ സുന്ദരമായ സ്ഥലം, പാം ട്രീസ് ഇപ്പോഴും കാണാൻ പറ്റും അവിടെ. പണ്ടത്തെ പോലെ അത് നിബിഡമല്ല, എന്നാലും ഇപ്പോഴും അവിടെ അറിയേണ്ടത്. അപ്പോൾ അവിടെ ഈ പഴയ പനമങ്ക നിറയെ ഉള്ള സ്ഥലമാണത്. തമിഴ്നാട് മധുര ഭാഗത്ത് വളരെ പ്രസിദ്ധമാണ് അതിന്. തിരുപ്പുറംകുണ്ട്രം സ്ഥലമുണ്ട് അവിടെ. അവിടെയും പറഞ്ഞ മാതിരി നിറയും ഉള്ള സ്ഥലമാണത്. പക്ഷെ ഇവിടെ വൃന്ദാവനത്തിൽ ഈ മധുരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് 8 കിലോമീറ്റർ. അപ്പോൾ ഗോവർദ്ധൻ്റെയും മധുരയുടെ ഇടയിലാണ് ഈ തളവനം സ്ഥിതി ചെയ്യുന്നത്. അവിടെ വിശേഷമായിട്ടുള്ള എന്താണ്, അവിടെ പനനൊങ്കുണ്ട്. എപ്പോഴും നിറഞ്ഞിരിക്കും. കുറേ നിറയുമ്പോൾ കുറേ കൊഴിഞ്ഞ് നിറയെ കിടക്കുന്നുണ്ട്. മരത്തിൻ്റെ മുകളിൽ കുറേ പനനൊങ്കുണ്ട്. ഒക്കെ ഇങ്ങനെ നിബിഡമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, നമുക്ക് കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല. എന്താണത്? അവിടെ ധനുകാസൻ എന്ന് പറയുന്ന ഒരു ഭയാനകരമായിട്ടുള്ള ഒരു അസുരണ്ട്. അവനത് സമ്മതിക്കില്ല, തിന്നാൻ സമ്മതിക്കില്ല, ആരെയും സമ്മതിക്കില്ല. അപ്പോൾ വനം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പൊതുസ്വത്വമാണ്. വനത്തിലേക്ക് എന്ന വിഭവങ്ങൾ എല്ലാവർക്കും കഴിക്കാം, തടസ്സമില്ല. പക്ഷെ ഇവിടെ ധനുകാസൻ എന്ന് പറഞ്ഞ ഭയാനകമായിട്ടുള്ള അസുരൻ ഒരാളെയും സമ്മതിക്കില്ല കഴിക്കാനായിട്ട്. അപ്പോൾ കൃഷ്ണനെ കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് രോഷം, ശരിയല്ലല്ലോ. കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യമില്ല. അപ്പോൾ അവരെ അനുവദിച്ചില്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട സാധനം നിങ്ങളെങ്ങനെ തുടയും? അങ്ങനെ ഫസ്റ്റ് പ്രൊട്ടസ്റ്റ്, ആദ്യത്തെ ഒരു പ്രതിഷേധം എന്നുള്ള ഗോപന്മാരാണ് ആദ്യം പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ തിന്നേണ്ട കാര്യങ്ങൾ പബ്ലിക്കായിട്ട് എല്ലാവർക്കും കഴിക്കാൻ ഒരു തുല്യ അവകാശമുള്ള ഒരു പഴം ഈ ദുഷ്ടൻ ആരെയും അനുവദിക്കാണ്ട് പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ ദുഷ്ടൻ മാത്രമാണ് ദുഷ്ടനപ്പോൾ അല്ല, വേറെയും കുറേ ആൾക്കാരുണ്ട്. സോ അതിവീരോ അസുരോ രാമ ഹേ കൃഷ്ണ ഖരരൂപദൃക് ആത്മതുല്യ ബലേരന്യേ ജ്ഞാതിബീർ ബഹുബീർ വൃതാം. Rama Krishna Dhenuka is a most powerful demon and has assumed the form of an ass. As such a കഴുത. കഴുതയുടെ രൂപം എടുത്തിട്ടുള്ള ഖരാച്ച കഴുത, ഖരരൂപദൃക്, ആ രൂപം എടുത്തിട്ടുള്ള ഒരു പരാക്രമിയായിട്ടുള്ള അതീവ ബലമുള്ള പരമദുഷ്ടനായിട്ടുള്ള ഒരു അസുരനാണ് ധനുകൻ. ഈ ആൾ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കല്ല, ആളെ പോലെ ധാരാളം ആൾക്കാര്, അവിടെ കുറേ ആൾക്കാര്, അവരെ തുല്യ ബലക്കാര്, അതേ രൂപത്തിൽ തന്നെ കുറേ കഴുതകൾ, അങ്ങേയറ്റം എണ്ണമില്ലാത്ത കഴുതകള് ഇയാളെ പോലെയല്ലേ. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള കഴുതകൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ തലവനം ഈ അസുരനാൽ സംരക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ അസുരനാൽ സംരക്ഷിക്കപ്പെട്ടില്ല ചെയ്യുന്ന ആക്ച്വലി അത് തടയപ്പെടാണ്, അത് സ്വന്തമായിട്ട് എടുത്തേക്കാനാണ്. അയാളാൽ അതിക്രമിക്കപ്പെട്ട ഒരു ഒരു വനമാണ് തളവനം. അതിൽ ഇങ്ങനെ കൃഷ്ണ ധാരാളം പഴങ്ങളുണ്ട്.
അപ്പോ രാമ പരാക്രമേ മഹാപരാക്രമേണ അതിപരാക്രമേണ. കൃഷ്ണ ആണെങ്കിൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന ആളാണ്. അപ്പോ ഹരേ കൃഷ്ണ പ്രഭു. ഇതിപ്പോ ഈ കഴുതാന്ന് എഴുതിയിരിക്കുന്നതാ. എന്നിട്ട് കഴുതക്ക് കൊമ്പുണ്ടായി, കൊമ്പ് പിടിച്ചിട്ട് എറിഞ്ഞു എന്നല്ലേ പറയണത്? കൊമ്പല്ല, കാലല്ലേ, കാല് ചുഴറ്റിട്ട് എറിയും. നോക്കാട്ടോ, കാലാണ്. ആ കാല് പിടിച്ചിട്ടാണ് മേടിച്ചെറിയുന്നത്. അതെ, ആ കറക്കുകയാണ് കാലിട്ട. ബട്ട് അവൻ ശ്ലോകങ്ങളിലെ 29-30 ശ്ലോകങ്ങളെല്ലാം കാണുന്നത്. Devin hurled his two hinged legs at him. Balraman seized Dhenuka by his hooves. Hooves ആണ്, hooves ആണ്. hooves ആണ്. അവ കാലിന്റെ കൊളമ്പ്. അപ്പൊ അന്യം വരുന്നുണ്ട് അതെല്ലാം. അപ്പൊ എങ്ങനെയാണ് ധനുവാസനെ വധിക്കണം എന്നുള്ളത് വളരെ രസമായിട്ടുള്ളത് കാണാൻ പറ്റും. ഇപ്പോ ഇവരുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഫലം കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പഴങ്ങള് കൃഷ്ണന് സമർപ്പിക്കണം. അപ്പൊ എങ്ങനെ കൊടുക്കണം? നമുക്ക് ആഗ്രഹമുണ്ട് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പൊ കൃഷ്ണക്ക് കഴിക്കാൻ, കൃഷ്ണ വേണ്ടി മേടിക്കാൻ കൃഷ്ണൻ എനിക്ക് ആവശ്യമില്ല പറയും. പക്ഷെ ബാലന്മാരെന്താ ചെയ്യണം? ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇത്രയും നിറയെ മധുരമായിട്ടുള്ള ഫലങ്ങളാണത്, അത് ഈ ദുഷ്ടൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യണം? അങ്ങാര ദുഷ്ടമാരെ നിഗ്രഹിക്കണം. ബാലരാമനച്ഛൻ ഭയങ്കര അതീവ ബലശാലിയാണ്. അപ്പൊ നിങ്ങൾ ഇതിനെ എന്തിനും പോംവഴി ഉണ്ടാക്കണം എന്ന് കൃഷ്ണരാമന്മാരെ ഉത്തേജിപ്പിക്കുകയാണ്. ആക്ച്വലി കൃഷ്ണനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ അടുത്ത ശ്ലോകങ്ങളില് ഇങ്ങനെയാണ് ഇവര് ധേനുക വനത്തിലേക്ക് കയറുന്ന ഫൈറ്റെല്ലാം പറയുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ. നാമാചാര്യ ഹരിദാസ് ഠാകുർ കീ ജയ. ശ്രീധർ പ്രഭുപാദ് കീ ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.